കൊച്ചിയിൽ കഞ്ചാവുമായി പിടിയിലായ 2 സിനിമാ സംവിധായകർക്കുമെതിരെ നടപടിയുമായി ഫെഫ്ക. സംവിധായകനായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഫെഫ്ക നിർദ്ദേശം നൽകി. ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യും. പുലർച്ചെ 2 മണിയോടെ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ നിന്നുമാണ് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. സുഹൃത്തായ ഷാലിദ് മുഹമ്മദിനെയും ഇവർക്കൊപ്പം അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 1.632 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തി. അറസ്റ്റിലായ 3 പേരെയും ജാമ്യത്തിൽ വിട്ടെങ്കിലും കഞ്ചാവ് എത്തിക്കുന്ന ഇടനിലക്കാരെക്കുറിച്ചും കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം തുടരുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM മജു പറഞ്ഞു. പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ 1.632 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചായും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ്, ക്രഷ് ചെയ്യാനുള്ള മെഷീൻ, ഇതടക്കമാണ് അവരെ നമ്മൾ പിടിച്ചത്. ഇത് ഹൈബ്രിഡ് ഗഞ്ചാവിൻ്റെ സോഴ്സ് നമ്മൾ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നത്. അതിനുള്ള ലീഡ് നമുക്ക് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ നമ്മളവരെ കണ്ടെത്തുന്നതാണ്. ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നിന്നുമാണ് 3 പേരും പിടിയിലായത്. ഇവിടെ നിന്നും കഞ്ചാവ് പൊടിക്കുന്നതിനുള്ള ഉപകരണങ്ങളും കണ്ടെത്തി. സമീർ താഹിറിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് എക്സൈസ് സംഘം. 2 പ്രമുഖ സംവിധായകർ കഞ്ചാവുമായി പിടിയിലായതോടെ ഫെഫ്കയും കർശന നടപടി സ്വീകരിച്ചു. ഇരുവരെയും ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി ഓൺലൈനായി ചേർന്ന എക്സിക്യൂട്ടീവ് യോഗമാണ് തീരുമാനമെടുത്തത്. കൈരളി ന്യൂസ്, കൊച്ചി.